10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. ഇപ്പോൾ എനിക്ക് 51 വയസ്സായി. തികച്ചും അതേ ആവശ്യത്തോടെ നമുക്ക് ഈ സിനിമ കാണാൻ പറ്റുന്നു. ക്വാളിറ്റി ഓഫ് കോഴ്സ് അത് നല്ലതായിരുന്നു, പക്ഷേ ആ പിക്ചർ ക്വാളിറ്റി ഇല്ലേ അത് കുറച്ച് കുറഞ്ഞു പോയി. ഇത് തുടങ്ങിയപ്പോൾ കണ്ടത് അന്ന് 30 കൊല്ലമായി. ഇപ്പം റീ റെക്കോർഡിംഗ് കൊണ്ട് വളരെ മോശമാക്കി. എന്തായാലും പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറക്ക് കൂടി കാണാൻ വേണ്ടി ഒരുക്കിയതിൽ ഇതിൻ്റെ അണിയറ ശില്പികളോട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. പുതിയ തലമുറ സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ പുതിയ തലമുറ ഇത്തരത്തിലുള്ള സിനിമകളുടെ ടെക്നിക്കുകളും അതിൻ്റെ സാഹിത്യവും അതിൻ്റെ സംഗീതവും ഒക്കെ നമ്മുടെ നാട്ടിന് അനുയോജ്യമായ രീതിയിൽ, നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ, എത്തരത്തിൽ ജനങ്ങളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ സിനിമകളും കഥയും ഉണ്ടാവണമെന്നുള്ളത് പഠിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. അത് മൊബൈലിൽ കണ്ടിട്ടുണ്ട്, ടി വിയിൽ കണ്ടിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം കാണുമല്ലേ, അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനുമ്പ് ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത്? ടി വിയിലാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ആ സെറ്റ് ഡിസൈൻ അതൊന്നും കൂടി ലൈക്ക് ലാർജ് സ്കെയിലിൽ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ക്വാളിറ്റി ഓഫ് കോഴ്സ് അത് നല്ലതായിരുന്നു, പക്ഷേ ആ പിക്ചർ ക്വാളിറ്റി ഇല്ലേ അത് കുറച്ച് കുറഞ്ഞു പോയി. ആ സൗണ്ടിന് മാച്ച് ചെയ്യുന്ന പിക്ചർ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലാതെ മൊബൈലിൽ കണ്ടിട്ടുണ്ട്, ടി വിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര നല്ല സിനിമ. ഒരു സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയൊക്കെ എങ്ങനെ നല്ല രീതിയിലുണ്ട്. കാണാം, നല്ല നമുക്ക് ഒന്നുകൂടെ കാണാനും വീണ്ടും കണ്ടാലും ബോറടിക്കില്ല, കണ്ടുകൊണ്ടിരിക്കാം. നല്ല പടം. ടിവിയിലൊക്കെയാണ് കണ്ടിട്ടുള്ള. എങ്ങനെയുണ്ട് ഇപ്പം തിയേറ്ററിലുള്ള ക്വാളിറ്റിയും സൗണ്ടൊക്കെ സൂപ്പറാണ്. മുമ്പ് കുറച്ച് കണ്ടുള്ളൂ, പക്ഷേ ഇന്ന് മൊത്തത്തോടെ കാണാൻ പറ്റും. നല്ല പടമായിരുന്നു. ക്വാളിറ്റിയും കാര്യമൊക്കെ സൗണ്ടൊക്കെ ക്വാളിറ്റി ഭയങ്കര എൻഹാൻസ് ആയിട്ട് തോന്നിയായിരുന്നു. നല്ലതായിരുന്നു, വളരെ നല്ല എക്സ്പീരിയൻസ് കൂടെ ആയിരുന്നു. ഇറങ്ങിയപ്പോൾ ഇന്ന് 13ാമത്തെ ദിവസമാണ്. ആൾക്കാർ ഇപ്പോഴും നല്ല ഉണ്ട്. ഞാനിപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും കൂടെ കാണാൻ വന്നതാണ്. നല്ല ഇവന്റ് നേരത്തെ കണ്ടതാണ്, വീണ്ടും കാണാൻ സാധിച്ച സന്തോഷം. റീ റെക്കോർഡിംഗ് കൊണ്ട് വളരെ മോശമാക്കി. അതില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നാച്ചുറാലിറ്റി തോന്നിയേനെ. നന്നായിരിക്കും. ക്വാളിറ്റി എങ്ങനെയുണ്ട് സ്ക്രീനിൽ? ഒരു പ്രശ്നമില്ല, ഒന്നും കണ്ടതുപോലെ ഏറ്റവും നല്ല പടം ഇപ്പോഴും കണ്ട ഏറ്റവും ഇപ്പോൾ നല്ല ഇതിൽ കണ്ടപ്പോൾ ഭയങ്കര ഇതുണ്ട്. ഞാൻ പണ്ട് ഇത് തുടങ്ങിയപ്പോൾ കണ്ടത് അന്ന് 30 കൊല്ലമായി. ഇപ്പം കണ്ടപ്പോൾ ഏറ്റവും നല്ല ഇതുണ്ട്, നല്ല ഫിലിം. അന്ന് തിയേറ്ററിൽ തന്നെയാണോ കണ്ടത്? അന്ന് തിയേറ്ററിൽ തന്നെ കണ്ടത്. ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ട് ഇപ്പോഴും? നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഇതുണ്ട്. ഇപ്പം കണ്ടപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത് കുറച്ചും കൂടെ പിടിക്കുന്നത്, നമുക്ക് കുറച്ചും കൂടെ. പക്ഷേ ഇപ്പോഴത്തെ തലമുറ പിള്ളേർ കുറവാണ്, അവരറിയില്ല. അറിയാത്തതുകൊണ്ടാണ് ആൾ വരാത്തത്. നിറയെ ആളുണ്ടായിരുന്നു. പിള്ളേർ കുറവാണ്. പിള്ളേർ സെറ്റ് ഇതിന് അവർക്ക് ഇപ്പോഴുള്ള പാട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ശരി. ഇത് പുതുതലമുറയും കാണേണ്ട സിനിമ തന്നെയാണ് ഉറപ്പായിട്ടും. കാണേണ്ട തന്നെയാണ്. ക്ലാസിക്കല്ലേ, വീണ്ടും കാണുമ്പോൾ സന്തോഷം. ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയൊക്കെ പറ്റില്ല, ഭയങ്കര സൗണ്ടിയും ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റി എല്ലാം സൂപ്പറാണ്. സൂപ്പർ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. ഇപ്പോൾ എനിക്ക് 51 വയസ്സായി. തികച്ചും അതേ ആവശ്യത്തോടെ നമുക്ക് ഈ സിനിമ കാണാൻ പറ്റുന്നുണ്ട്. പുതിയ തലമുറ സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ പുതിയ തലമുറ ഇത്തരത്തിലുള്ള സിനിമകളുടെ ടെക്നിക്കുകളും അതിൻ്റെ സാഹിത്യവും അതിൻ്റെ സംഗീതവും ഒക്കെ നമ്മുടെ നാട്ടിന് അനുയോജ്യമായ രീതിയിൽ, നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ, എത്തരത്തിൽ ജനങ്ങളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ സിനിമകളും കഥയും ഉണ്ടാവണമെന്നുള്ളത് പഠിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം എനിക്ക് അതേ ആവേശം തന്നെയാണ് ഈ 51 വയസ്സിൽ ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പഴയ സിനിമകൾ ഇനിയും പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെ റിലീസാക്കിക്കൊണ്ട് പുതിയ തലമുറ ഇത്തരത്തിലുള്ള സിനിമകൾ, ഇത്തരത്തിലുള്ള കലാപരമായ സിനിമകൾ എടുക്കാൻ പ്രചോദനം ആകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് വലിയ ദൂരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് കണ്ട തിയേറ്ററൊക്കെ ഓർമ്മയുണ്ടോ? അന്ന് തിയേറ്റർ കണ്ടത് ഞാൻ എൻ്റെ നാട്ടിൽ ഇപ്പോൾ തിയേറ്ററില്ല, എൻ്റെ നാട്ടിനടുത്തുള്ള TKM കോളേജിനടുത്തുള്ള കുറ്റിച്ചിറ സ്റ്റാർ എന്ന് പറയുന്ന തിയേറ്ററാണ്. പക്ഷെ ആ തിയേറ്ററിൽ ഇത്രത്തോളം സംവിധാനങ്ങളില്ല. എന്നാൽ പോലും ആ ഒരു 15 വയസ്സിൽ നമ്മൾ ഇപ്പോഴും ഇത് ആവേശത്തോടെ അന്ന് കണ്ടു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത്ഭുതകരമായിരിക്കും. അതേ ആവേശം ഇപ്പോഴും മനസ്സിൽ നിലനിർത്താൻ പറ്റുന്നത് വളരെ അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതിൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഹരിഹരൻ സാറിൻ്റെയും MD വാസുദേവൻ്റെ തിരക്കഥയും അതിൽ പിന്നിൽ പ്രവർത്തിച്ച സംഗീത സംവിധായകർ, ഗാന രചയിതാവ് നമ്മുടെ IAS അദ്ദേഹത്തിൻ്റെ ജയകുമാർ സാറിൻ്റെയൊക്കെ ഗാനങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയും സാഹിത്യപരതയുള്ള ഗാനങ്ങൾ, അതിലെ മികവ് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. പുതിയ തലമുറ ഇത് കണ്ടു പഠിക്കേണ്ടതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുണ്ടാവട്ടെ. നന്നായിരുന്നു. ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ്, നല്ല ഉജ്ജ്വലമായിരിക്കും. ഏതായാലും പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറക്ക് കൂടി കാണാൻ വേണ്ടി ഒരുക്കിയതിൽ ഇതിൻ്റെ
അണിയറ ശില്പികളോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അവർക്കെല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. കണ്ടിട്ടുണ്ട്, കുറേ വർഷം മുമ്പേ കണ്ടതാണ്. വീണ്ടും ഇത്ര വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കൊള്ളാം. അത് വീണ്ടും കണ്ടതാണ്. എന്നിരുന്നാലും പുതിയ ഒരു സങ്കേതത്തിൽ വീണ്ടും അത് മികവോടെ കൂടി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് MDയുടെ സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം തന്നെ വീണ്ടും പുതിയ സിനിമാ മേഖലയ്ക്ക് തന്നെ ഒരു ഉണർവ് നൽകുന്നതാണ്. വളരെ വ്യത്യാസമായിട്ട് വളരെ ഇമ്പ്രസീവായിരുന്നു. വളരെ നല്ല ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. പണ്ട് ഈ പടം കണ്ടപ്പോൾ ഉള്ളതിൻ്റെ വളരെ അധികം ഡെവലപ്ഡായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ നല്ല നിലയിൽ എടുത്തിട്ടുണ്ട്. ടെക്നിക്കലായിട്ടൊക്കെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് കണ്ടപ്പോൾ ട്രെയിൻ ഇതിനുമ്പോൾ